നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിൽ വീണ്ടും പോലീസ് മർദ്ദനമെന്ന് ആരോപണം. ഓട്ടോ ഡ്രൈവറായ അഖിൽ യേശുദാസ് എന്ന അരിമ്പൂർ സ്വദേശിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം. കാഞ്ഞാണിയിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ യുവാക്കൾക്ക് പരിക്ക്. സംസ്ഥാനത്ത് അമീബിക് ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ വീണ്ടും പോലീസ് മർദ്ദനമെന്ന് ആരോപണം. ഓട്ടോ ഡ്രൈവറായ അഖിൽ യേശുദാസ് എന്ന അരിമ്പൂർ സ്വദേശിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. അന്തിക്കാട് SI ആയിരുന്ന അരിസ്റ്റോട്ടിൽ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് അഖിലിന്റെ പരാതി. ബൈക്ക് യാത്രികനെ ഇടിച്ചത് അഖിൽ എന്ന സംശയത്തിൽ വിളിച്ചു വരുത്തിയായിരുന്നു മർദ്ദനം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 6-നായിരുന്നു സംഭവം. ശ്വാസകോശത്തിന് ഗുരുതരമായി പരിക്കേറ്റ അഖിലിന്റെ ശസ്ത്രക്രിയ നാളെയാണ്. SI അരിസ്റ്റോട്ടിൽ, CPO വിനോദ്, മഹേഷ് എന്നിവർക്കെതിരെയാണ് കുടുംബം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടും നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്നാൽ യുവാവ് പോലീസിനെ ആക്രമിച്ചെന്നും സ്റ്റേഷനിലെ ഭിത്തിയിൽ സ്വയം മുഖമിടിച്ച് പരിക്കുണ്ടാക്കിയുമെന്നാണ് പോലീസ് വാദം. അതായത് സെപ്റ്റംബർ 30, 2024 എന്നെ അവർ കൊണ്ടുപോയി തല്ലിച്ചയക്കുന്നത്. ഇത് അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൻ്റെ ഇത് കാരണമാണ് ഇവരെന്നെ വിളിപ്പിച്ച് വരുത്തുന്നത്. എൻ്റെ എല്ലാ വണ്ടി ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും അവർ നമ്മളെന്നെ പ്രതിയാക്കുന്ന രീതിയിൽ പ്രതികാര നടപടി ആയിട്ട് തുടങ്ങുകയാണ് ഈ അരിസ്റ്റോട്ടിൽ ചെയ്തത്. എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് മർദ്ദിച്ചത്? ആരെല്ലാമാണ് മർദ്ദിച്ചത്? SI അരിസ്റ്റോട്ടിൽ, അതുപോലെ തന്നെ CPO വിനോദ്, പിന്നെ എന്നോട് കുറ്റം ഏറ്റെടുത്ത് സമ്മതിക്കാൻ പറഞ്ഞത് മഹേഷാണ്. അവനെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് 4-5 പോലീസുകാരുണ്ടായിരുന്നു. ഈ സംഭവം എന്താണ് മർദ്ദനത്തിന് കാരണമെന്നാണ്, അല്ലെങ്കിൽ ഈ കേസിന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താനുള്ള കാരണം എന്നാണ് പറയുന്നത്? അതായത് അവർ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയത്. അതായത് എൻ്റെ വണ്ടി തട്ടിയിട്ടുണ്ട്, അവർക്ക് കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വെരിഫിക്കേഷൻ. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി അതൊന്നും അവർ വ്യക്തമായിട്ട് പറഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വന്നതിന് ശേഷം നമ്മൾ പ്രതിയാക്കുന്ന രീതിയിൽ പോലെ, അതായത് മറ്റുള്ള ആൾക്കാരെയൊക്കെ സാധാരണ ടച്ച് ഫോൺ അല്ല കീപാഡ് ഫോണായിരുന്നു മറ്റുള്ള ഓട്ടോക്കാരൊക്കെ. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടച്ച് ഫോണാണ്. അപ്പോൾ ഇവർ പറഞ്ഞു നീ അന്ന് ആ രീതിയിൽ അങ്ങോട്ട് വണ്ടി ഓടിയിട്ടുണ്ട്, അപ്പോൾ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ റൂട്ടിൽ ഞാൻ വണ്ടി ഓടുന്ന ആളാണ്, അപ്പോൾ എന്തായാലും ആ ഒരു പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ വണ്ടി ഒരിക്കലും തട്ടിയിട്ടില്ല. കാരണം ഇവരിൽ CCTV കാര്യങ്ങളൊന്നുമില്ല. ഇവരെനിക്ക് തന്നിട്ടുള്ള ഒരു CCTV ഫുട്ടേജിൽ വേറൊരു ഓട്ടോറിക്ഷയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ ഓട്ടോറിക്ഷയിൽ മുകളിൽ സ്റ്റിക്കർ വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ സൈഡിൽ ഒരു മീശ പോലത്തെ ഒരു കറുത്ത സാധനമൊക്കെ അതിലുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് അത് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി തട്ടുമ്പോൾ എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റാണ്. പിന്നെ നമ്മൾ ആളെ ഇടിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അയാളെ പഠിപ്പിക്കുന്ന രീതിയിൽ അയാൾക്ക് തോന്നിയെന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ടാണ് അവിടെ CCTV ഉള്ള സ്ഥലത്തേക്കും ഇല്ലാത്ത സ്ഥലത്തേക്കും പോയി എന്നെ മർദ്ദിച്ചു ഈ പോലീസുകാർ. എല്ലാവരുടെ മുഖം എനിക്ക് വ്യക്തമല്ല, കാരണം ആൾക്കൂട്ട മർദ്ദനമായിരുന്നു. ഈ CPO വിനോദ് തന്നെ കൂടുതലായിട്ട് മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസമായി. പുനർനിർമ്മാണം നടക്കാത്തതിനാൽ ആശങ്കയോടെയാണ് കർഷകർ. കൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി വിത്തുൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകേണ്ടത് ഈ പാലത്തിലൂടെയാണ്. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി അന്തിക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ നിരവധി തവണ KLDCയെ സമീപിച്ചെങ്കിലും പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അന്തിക്കാട് പടവ് സെക്രട്ടറി VK ശരത് പറയുന്നു. പാലവുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടും നൽകിയെന്നും ഇനി നടപടി സ്വീകരിക്കേണ്ടത് KDA ആണെന്നും KLDC അധികൃതർ പറയുന്നത്. നാട്ടുകാരനായ റവന്യൂ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ആവശ്യമുന്നയിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ല. പാടശേഖരത്തേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധന സാമഗ്രികളും കൊണ്ടുപോകേണ്ടത് ഈ പാലം വഴിയാണെന്നതിനാൽ കൃഷിപ്പണി തുടങ്ങിയാൽ ഓവ് വെച്ച് മുകളിൽ മണ്ണിട്ട് ഉറപ്പിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടി വരും.
ഇത് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച് പ്രദേശത്ത് വെള്ളക്കെട്ടിന്റെ ശല്യമുണ്ടാകും. ആയതിനാൽ എത്രയും വേഗം പാലം പുനർനിർമ്മിച്ച് ആശങ്ക ഒഴിവാക്കണമെന്നാണ് കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. കാഞ്ഞാണിയിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ യുവാക്കൾക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെ 1:45 അപകടം. വാടാനപ്പള്ളിയിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ വെങ്കിടങ്ങ് ഭാഗത്തു നിന്ന് വന്ന കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ പട്ടാമ്പി സ്വദേശികളായ 2 പേരെ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞാണി ജംഗ്ഷനിൽ രാത്രിയിൽ സിഗ്നൽ ലൈറ്റ് പ്രകാശിക്കാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സംസ്ഥാനത്ത് അമീബിക് ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ 47 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 1 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 6 പേർ മരിച്ചതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിച്ചു. പുതുക്കാടിനും ഇരിങ്ങാലക്കുടയ്ക്കും ഇടയിലുള്ള മുരിയാട് റെയിൽവേ ഗേറ്റ് വ്യാഴാഴ്ച രാത്രി 9 മണി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 3 മണി വരെ അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്കായാണ് ഗേറ്റ് അടച്ചിടുന്നത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് വലയിൽ കുടുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. പൂച്ചക്കടവിലാണ് ഇന്ന് രാവിലെ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് വീടിന്റെ വേലിയിൽ കെട്ടിയിട്ട വലയിലാണ് 7 അടി നീളമുള്ള മലമ്പാമ്പ് കുടുങ്ങിയത്. പരിസരവാസികളായ അബ്ദുൽ ഹബീബ്, മുഹമ്മദ് യാസിർ എന്നിവരുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി. പിന്നീട് സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതിക്ക് പാമ്പിനെ കൈമാറി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ നിർമ്മിച്ച ഇന്ദിരാജി റോഡിന്റെ ഉദ്ഘാടനം നടത്തി. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ടി എ ഷാജഹാൻ അധ്യക്ഷനായിരുന്നു. ഹനീഫ പുതിയ വീട്ടിൽ, മുഹമ്മദ് ഷഫീഖ് നമക്കോട്, ആശാ വർക്കർ സുഭദ്ര, CDS അംഗം രമണി മണികണ്ഠൻ, ADS അംഗങ്ങളായ ബുഷറ, ഷെമിത, നസീറ, ലൈല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒട്ടേറെ കട്ട വിരിച്ച റോഡുകളാണ് ഈ പ്രാവശ്യം നമ്മുടെ ഈ ഭരണസമിതി കയറിയതിനു ശേഷം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു അഭിമാനം തന്നെ. ചന്ദ്രാപിന്നി CHSS ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ദേശീയ വോളിബോൾ താരം PC ഗോപിദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VB ഗണേഷ് അധ്യക്ഷനായി. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, PK മജീദ്, പ്രധാനാധ്യാപിക VV അമ്പിളി, MPTA പ്രസിഡന്റ് ഷെഫീന, ഡെപ്യൂട്ടി HM PS സിജിമോൾ, സ്റ്റാഫ് സെക്രട്ടറി PV ഷിൽസ, പ്രോഗ്രാം കൺവീനർ ചിഞ്ചു തുടങ്ങിയവർ സംസാരിച്ചു. ഞാനൊരു അത്ലറ്റായിരുന്നു. ഹൈജും ലോങ് ജമ്പ് എന്നീ മത്സരങ്ങളിലാണ് ഞാൻ ആദ്യമായി പങ്കെടുക്കുന്നത്. പിന്നീട് അതിൽ നിന്ന് മാറി ഞാനൊരു വോളിബോളിലേക്ക് മാറുകയായിരുന്നു. എന്നെ ചെറുപ്പകാലത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ ഹൈദർ സാബ് അദ്ദേഹമൊന്നും നമ്മൾ ബന്ധിപ്പിച്ചിട്ടില്ല. എങ്കിലും എന്നും മനസ്സിൽ ഓർക്കുന്ന ആദ്യത്തെ കോച്ചിനെ ഒരിക്കലും ഞാൻ എനിക്ക് പറയാൻ പറ്റുകയില്ല. വളരെ ചെറുപ്പകാലത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടുന്നു എന്ന ഗ്രാമത്തിൽ ഒരുപാട് വോളിബോൾ കളിക്കാൻ ഉയർന്നു വന്നിട്ടാണ് നോക്കുന്നത്. അമ്പലത്തിൻ്റെ പരിസരത്ത് എൻ്റെ സീനിയർ താരങ്ങളായ ചേട്ടന്മാർ കളിക്കുമ്പോൾ പുറത്തു പോകുന്ന പന്ത് പെറുക്കി അവർക്ക് കൊടുക്കുന്നതിനാണ് വേണ്ടി ജോലി. പക്ഷേ താമസിയാതെ വല്ലപ്പോഴും കളിക്കാൻ എത്താത്ത സമയങ്ങളിൽ ബാക്ക്ബോർഡിൽ നിൽക്കാൻ എനിക്കൊരു ചാൻസ് തരും. ആ ബാക്ക്ബോർഡിൽ നിന്ന് ഞാൻ മുൻനിരയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ പിടിയിൽ. കൊരട്ടി മുരിങ്ങൂർ തെക്കുമുറി ആറ്റപ്പാടം എലിസബത്ത് ഗാർഡൻ സ്വദേശി കരിയാടി വീട്ടിൽ 57 വയസ്സുള്ള ജോയ് എന്നയാൾ ആറ്റപ്പാടം എലിസബത്ത് ഗാർഡനിലുള്ള വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നതായി കാണപ്പെട്ട് വാർഡ് മെമ്പറായ നൈനു എന്നവരുടെ പരാതിയിൽ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നത്. ജോയിയുടെ മൃതദേഹം രക്തത്തിൽ കുളിച്ച് കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. പോലീസ് ഇൻക്വസ്റ്റിൽ ജോയിയുടെ കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവ് കാണപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പൂർത്തിയാക്കി നടത്തിയ അന്വേഷണത്തിൽ ജോയിയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതിനാൽ കേസിലെ കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പ് ചേർത്തു. ആറ്റപ്പാടം എലിസബത്ത് ഗാർഡനിലുള്ള വീട്ടിൽ ജോയും മകൻ ക്രിസ്റ്റിയുമാണ് താമസിക്കുന്നത്. ജോയും മകൻ ക്രിസ്റ്റിയും തമ്മിൽ മദ്യപിച്ചു വന്ന് പലപ്പോഴും തർക്കങ്ങളും അടിപിടിയും ഉണ്ടാകാറുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. ക്രിസ്റ്റിയെ ചോദ്യം ചെയ്തതിൽ ഇന്നലെ രാത്രിയിൽ മദ്യലഹരിയിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് അച്ഛനായ ജോയിയെ കഴുത്തിൽ കുത്തിക്കൊലപ്പെടുത്തിയതെന്ന് കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. MBBS പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ ആഫിയ അഷറഫിനെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു.
ചുറ്റുപാടുകളെ കൂടുതൽ അറിയാനും സമൂഹത്തെ കണ്ണു തുറന്നു കാണാനും പുതിയ തലമുറകളിലെ കുട്ടികൾ തയ്യാറാകണമെന്ന് മുൻ MP TN പ്രതാപൻ അഭിപ്രായപ്പെട്ടു. സാമൂഹിക അവബോധം വിദ്യാർത്ഥികളിൽ കൂടുതൽ വളർന്നു വരേണ്ടത് പുതിയ കാലത്തിന്റെ ആവശ്യമാണെന്ന് TN പ്രതാപൻ കൂട്ടിച്ചേർത്തു. MBBS പഠനം പൂർത്തിയാക്കിയ നാട്ടിക സ്വദേശി ഡോക്ടർ ആഫിയ അഷ്റഫിനെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹാദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TN പ്രതാപൻ. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലു, സുബൈദ മുഹമ്മദ്, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, KV സുകുമാരൻ, രഹന ബെനീഷ്, മധു അന്തിക്കാട്, CK മണികണ്ഠൻ, V വേണുഗോപാൽ, കുടുംബാദികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടിക ചേർക്കര മന്നിയിൽ അഷ്റഫ് ഇസ്മായിൽ, റഹീന അഷ്റഫ് എന്നിവരുടെ മകളാണ് ഡോക്ടർ ആഫിയ അഷ്റഫ്. കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിൽ പഠനം പൂർത്തീകരിച്ച ശേഷം അവിടെ തന്നെ പ്രാക്ടീസ് തുടരുകയാണ് ഡോക്ടർ ആഫിയ അഷ്റഫ്. ആലിയ അഷ്റഫ്, അനൂം അഷ്റഫ് എന്നിവർ സഹോദരികളാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. മുൻ നിയമസഭാ സ്പീക്കറും AK ആന്റണിയുടെ മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയുമായിരുന്ന PP തങ്കച്ചൻ 4 തവണ MLA ആയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിൽ വീണ്ടും പോലീസ് മർദ്ദനമെന്ന് ആരോപണം. ഓട്ടോ ഡ്രൈവറായ അഖിൽ യേശുദാസ് എന്ന അരിമ്പൂർ സ്വദേശിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. അന്തിക്കാട് കോൾ പാടശേഖരങ്ങളെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നിട്ട് 7 മാസം. കാഞ്ഞാണിയിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ യുവാക്കൾക്ക് പരിക്ക്. സംസ്ഥാനത്ത് അമീബിക് ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.